ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വീട്ടിലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് 3 ടീസ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെരിഞ്ചീരകം ഒരു ഇച്ചിരി എടുക്കുക. അതിന് കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് പാകമായ പെരിഞ്ചീരകം എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഗരം മസാല, സാധാരണ വീട്ടിലുമ്മ ഗരം മസാല ഉണ്ടാക്കാറാണ്, ഇത് കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കല്ലുപ്പ് ഇടണം കേട്ടോ. ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു മിനിറ്റ് എടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഈ ഒരു പരുവാകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പിടി ഉലുവ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ബീഫില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ബാക്കി ചേരുവകൾ നമ്മൾ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെക്കാം. ഒരു 1.5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അത് മൂടി വെച്ചതിന് ശേഷം അത് തുറന്നു കഴിഞ്ഞാൽ ബീഫിൽ കുതിർന്ന വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് പുറത്തേക്ക് വരും. എന്നിട്ട് അതിലേക്ക് ഒരു 2 കരിവേപ്പില, ഒരു 10 ചെറിയുള്ളി, അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നന്നായിട്ട് അരിഞ്ഞു വെച്ച 3 വെല്ലുള്ളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അത് തുറന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച 3 തക്കാളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച് നമ്മുടെ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബീഫ് ഫ്രൈയിലേക്ക് ആവശ്യമായ എല്ലാ ചേരുവകളുമായി. എന്നിട്ട് അതൊരു 15 മിനിറ്റ് നമുക്ക് എന്താക്കാം, മൂടി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് കുറച്ച് സിമ്മാക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മൂടി വെച്ചതിന് 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് നമുക്ക് ആ ചേർത്ത നമ്മളെല്ലാ ചേരുവകളുടെയും സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു വട്ടം അത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു വട്ടം ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.